ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രെഡ് ഷവർമ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുക്കണം. പിന്നെ അതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ഒരു നുള്ളി വലിയ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കൈവച്ചൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇടയിലൊന്ന് തുറന്ന് വീണ്ടും മിക്സാക്കി എടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടാകും. പിന്നെ അതിനുശേഷം ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പൊക്കെയാണ് വേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിതിനുള്ളിൽ വെക്കേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാബേജ്, മല്ലിച്ചപ്പ്, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ വേവിച്ചെടുത്ത ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോണീസാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മയോണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മയോണീസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.